മനുഷ്യൻ്റെ പൊതുവെയുള്ള സ്വഭാവമാണ് ഓവർ തിങ്കിങ് എന്നുള്ളത്. ഏകദേശം നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാലും എല്ലാവർക്കും ഇങ്ങനെ അനാവശ്യ ചിന്തകൾ അല്ലെങ്കിൽ ഒരു കാര്യത്തെപ്പറ്റി അമിതമായി ചിന്തിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഓവർ തിങ്കിങ് നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുന്നത്? അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം. ഇനി ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ. ഓവർ തിങ്കിങ് എന്നുള്ളതിന് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ചൂസിങ് എ കരിയർ അല്ലെങ്കിൽ ചൂസിങ് എ ലൈഫ് പാർട്ട്ണർ, ഒരു ബിസിനസ് പാർട്ട്ണർ, അതല്ലെങ്കിൽ സെലക്ട് എ കോളേജ് എവിടെയാണ് പഠിക്കാനെന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ചിന്തിച്ച് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്തായാലും നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ അത് നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം. പക്ഷേ അതേസമയം നമുക്ക് ഒരുപാട് നെഗറ്റീവ്സും ഉണ്ട് ഓവർ തിങ്കിങ്ങിന് എന്നുള്ളത്. നമ്മുടെ ഡെയിലി ലൈഫിൽ പല കാര്യങ്ങളിലും നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ എവിടെയെങ്കിലും പോവാൻ റെഡിയാവുമ്പോൾ ഏത് ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ എന്ത് ഫുഡ് കഴിക്കണം, അതല്ലെങ്കിൽ നമുക്കൊരു കാർ എടുക്കണം, ഏത് കാർ എടുക്കണം, അല്ലെങ്കിൽ എവിടെയാണ് ടൂർ പോവേണ്ടത്, ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം ഓവർ തിങ്കിങ് ആവാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഇങ്ങനെ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ഒരു സ്വഭാവമല്ല. അപ്പോൾ ഈ ഒരു സ്വഭാവം എങ്ങനെ മാറ്റാം? സാധാരണ ഓവർ തിങ്കിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒന്നുകിൽ അവരവരുടെ ഫ്യൂച്ചറിനെ പറ്റി, അതല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് ഈവൻസിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചായിരിക്കും അവരെന്ത് ഈ രണ്ടിനെ പറ്റി ചിന്തിച്ചായിരിക്കും ഓവർ തിങ്കിങ് ആവുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിനെ ഫ്യൂച്ചറിനെ പറ്റി ആയാലും പാസ്റ്റിനെ പറ്റി ആയാലും നമ്മുടെ മനസ്സിൽ വരുന്നതെല്ലാം കൂടുതലും നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് അപ്രോച്ചസ്, അതായത് പ്രൊക്രാസ്റ്റിനേഷൻ, അതായത് മാറ്റിവെക്കലുകൾ, ആൻസൈറ്റി, ഡിപ്രഷൻ, പിന്നെ പരാജയപ്പെട്ടു പോകൂ എന്നുള്ള പേടി, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇനി എന്ത് എന്നുള്ള കുറേ സംശയങ്ങൾ, അങ്ങനെയുള്ള ഡൗട്ട്സ്, ഫ്യൂച്ചറിനെ പറ്റിയുള്ള ആകുലതകൾ, ഇങ്ങനെ പലതിലേക്കും നമ്മളെ ഈ ഒരു ഓവർ തിങ്കിങ് കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതോടെ നമ്മൾ ഉള്ള മനസ്സമാധാനം പോകും, നമുക്ക് മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥയിലെത്തും. അത് നമ്മുടെ ഡെയിലി ലൈഫിൽ, ഡേ ടു ഡേ ലൈഫിലുള്ള പല കാര്യങ്ങളെയും പാരലൈസ്ഡ് ആക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ പഠനങ്ങൾ പറയുന്നത് ഓരോ വ്യക്തിയും ഒരു ദിവസം 60,000 ചിന്തകളിലൂടെ കടന്നു പോകുന്നു എന്നാണ്. പക്ഷെ അതിൽ വളരെ കുറച്ച് മാത്രമാണ് നമ്മുടെ മൈൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകളിൽ നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ നെഗറ്റീവ്സും പോസിറ്റീവായിട്ടുള്ള ഓർമ്മകളുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇതുപോലെ നമ്മുടെ ചിന്തകളിൽ വരുന്ന അല്ലെങ്കിൽ നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇന്ന്, നാളെ, മറ്റന്നാൾ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞ്, ഒരു വർഷം കഴിഞ്ഞ് ഏതൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും എന്നുള്ളത് 100% ഷുവറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ എന്താണ്, അതിനെ മനഃപൂർവ്വം അതിനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്തിനെ പറ്റിയാണോ ചിന്തിച്ചിരിക്കുന്നത് അതേ നമ്മളിൽ വന്ന് ചേരുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ നമ്മുടെ ലൈഫിൽ പിന്നെ സംഭവിക്കുന്നതെല്ലാം നെഗറ്റീവ് ആയിരിക്കും എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ മനഃപൂർവ്വം ആ നെഗറ്റീവ് തോട്ട്സിനെ ഒഴിവാക്കി പോസിറ്റീവ് ആകാൻ ശ്രമിക്കുക. അപ്പോൾ പോസിറ്റീവ് ആകുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ചിന്തകൾ വരുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് നമ്മുടെ മൈൻഡിനെ കൺവേർട്ട് ചെയ്ത് വിടാം. അതിനുവേണ്ടി നമുക്ക് പോസിറ്റീവ് അഫർമേഷൻസ് നമുക്ക് നമ്മളോട് തന്നെ പറയാം, നമ്മുടെ മൈൻഡിനെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് കേൾക്കാം. ആ ചിന്തകളിൽ നിന്ന് നമുക്കൊരു ഡൈവേർഷൻ വേണമെന്നേ ഉള്ളൂ. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലൈഫിലെ കഴിഞ്ഞു പോയ കാലത്തെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്, ഇതിനെയൊക്കെ പറ്റി നമുക്ക് ആലോചിക്കാം, ഓർത്തെടുക്കാം. അതല്ലെങ്കിൽ ഇനി വരാനുള്ളതിനെ പറ്റി, ഇതുപോലെ നല്ല മൊമെൻറ്റ്സിനെ പറ്റി വിഷ്വലൈസ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്തിട്ടായാലും ഇങ്ങനെ ഓവർ തിങ്കിങ് ആവുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ വരുന്ന നെഗറ്റീവ് തോട്ട്സിനെ മനഃപൂർവ്വം നമ്മൾ മറക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്നും വേറൊരു കാര്യത്തിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതാണ് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ലൈഫിൽ നമ്മൾ ഓവർ തിങ്കിങ് ആവുന്നതിന് 2 റീസൺസ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. അത് ഒന്ന്, ഇപ്പോൾ പാസ്റ്റിൽ നിങ്ങളെടുത്ത ഏതെങ്കിലും ഒരു തീരുമാനങ്ങൾ അതൊരു വലിയ പരാജയം ആയി പോയി കാണും. അപ്പോൾ ആ പരാജയത്തിൽ നിന്നുണ്ടായ വേദനകൾ, അല്ലെങ്കിൽ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു മൊമെൻറ്റ് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അതാണ് നിങ്ങളെപ്പോഴും ഇങ്ങനെ ഓവർ തിങ്കിങ്ങിലേക്ക് നയിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ പാസ്റ്റിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലോ എന്നുള്ള ചിന്തകൾ.
അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി നിങ്ങൾ ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു പേടിയാണ്, അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വിഷമമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രസന്റ് ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ഓർത്ത് വളരെയധികം പേടിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു തീരുമാനത്തിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് പറ്റുന്നില്ല. അത് പ്രധാനപ്പെട്ട ഒരു കാരണം. ഇനി രണ്ടാമത്തെ കാരണം എന്നത്, നിങ്ങളൊരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവർ, അതല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുണ്ടായിരുന്ന ആളുകളൊക്കെ നിങ്ങളെ സെൽഫായിട്ട് യാതൊരു കാര്യത്തിലും ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ സമ്മതിച്ചിരുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ പ്രതീക്ഷകൾ, അവർക്ക് ജീവിതത്തിൽ സംഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ചു. അപ്പോൾ അതുമായിട്ടുണ്ടാവുന്ന ഒരു തോട്ട്സ് അല്ലെങ്കിൽ അതുമായിട്ടുണ്ടാവുന്ന ഒരു വിഷമങ്ങളും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. ആ ഒരു റൂട്ടിലൂടെയാണ് നിങ്ങൾ വളർന്നു വന്നതെങ്കിൽ. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് പ്രധാനമായിട്ട് ഓവർ തിങ്കിങ്ങിൻ്റെ രണ്ട് മെയിൻ റീസൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഈ ചിന്തകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് വരുമ്പോൾ നമ്മളെ മനസ്സിനെ എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് മാറ്റി പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് പറയേണ്ടത്, ഇപ്പോൾ ഒരു കുഞ്ഞും ബൈ ബർത്ത് ഓവർ തിങ്കിങ് എന്നുള്ള സ്വഭാവത്തോടു കൂടി ജനിച്ചു വീഴുന്നതല്ല. നമ്മൾ വളർന്നു വരുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഓരോ ചിന്തകളിലേക്ക് പോകുന്നതനുസരിച്ച് ഇങ്ങനൊരു സ്വഭാവം നമ്മളിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഓവർ തിങ്കിങ് എന്നുള്ളൊരു സ്വഭാവം നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത്, നിങ്ങളൊരു പേനയും പേപ്പറും എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന എന്തിനെ പറ്റിയാണ്, തിങ്സ് ആവാം, ഈവൻറ്റ്സ് ആവാം, സിറ്റുവേഷൻസ് ആവാം, അല്ലെങ്കിൽ ചില പേഴ്സൺസ് ആവാം, ചില വ്യക്തികളായിരിക്കും നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു പേനയും പേപ്പറും എടുത്ത് അതിലൊന്ന് എഴുതി നോക്കുക. എന്നിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ഒന്ന് അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ്, ചിലപ്പോൾ 2-3 റീസൺസ് കാണാം, അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം ഏതാണെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുമ്പോട്ട് വരുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു ആക്ഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് പോലും വയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങൾ എവിടെയാണ് സ്റ്റക്ക് ഓൺ ആയി പോകുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു റീസൺ എന്താണെന്നുള്ളത് നിങ്ങൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ വ്യക്തിയും ഡെയിലി ഏകദേശം 60,000-ൽ അധികം ചിന്തകൾ ഓരോ മനുഷ്യൻ്റെയും ബ്രെയിനിലൂടെ എവറി ഡേ ഇങ്ങനെ വന്നു പോകുന്നു. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, ഈ ചിന്തകളൊന്നും നമ്മൾ വന്നു പോകുന്നത് സത്യമല്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ മൈൻഡിൽ നല്ല ചിന്തകൾ വന്നാൽ അത് വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ സന്തോഷമുള്ള കാര്യങ്ങൾ വന്നാൽ അത് വളരെ പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ നിന്ന് മാറിപ്പോവുകയും വീണ്ടും നമ്മൾ ഈ അനാവശ്യ ചിന്തകളിലേക്ക് പോവുകയും ചെയ്യുന്നത് നമ്മുടെ ഒരു സ്വഭാവമാണ്. അപ്പം നമുക്ക് ബൈ പ്രാക്ടീസ് നമുക്ക് പല കാര്യങ്ങളിലൂടെ ഈ ഒരു മനസ്സിൽ വരുന്ന ഈ ഒരു ചിന്ത അല്ലെങ്കിൽ ഇങ്ങനെ അനാവശ്യ കാര്യങ്ങൾക്ക് ആദ്യം പിടിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത്. അതിന് ഏറ്റവും പ്രധാനമായിട്ടും ഡൈവേർഷൻ എന്നുള്ളതാണ്. അതായത് ചിന്തകളെ നമ്മൾ ഡൈവേർട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഒരു കാര്യത്തെപ്പറ്റി വളരെയധികം ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ വളരെയധികം വിഷമിക്കുകയാണ്, ആവലാതിപ്പെടുകയാണ്, ആ ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നിങ്ങളുടെ മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെയും കൊണ്ടൊന്ന് പുറത്ത് പോവാം, അതല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് വിളിച്ച് സംസാരിക്കാം, ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം. ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ നമുക്ക് നമുക്ക് സഹിക്കാൻ പറ്റാതെ വരുന്ന ആ ചിന്തകളെ, അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചിന്തകളെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, ഇപ്പോൾ ഈ വീഡിയോ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടോ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ, ഇപ്പോൾ ഇന്ന് രാത്രി നേരം ഇരുട്ടി വെളുക്കുമ്പോഴത്തേക്ക് എൻ്റെ ഈ സ്വഭാവം മാറ്റാം എന്ന് ചിന്തിക്കരുത്. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. 1-2 മാസത്തിലെ നിരന്തരമായ പ്രാക്ടീസ് കൊണ്ടാണ് നമുക്ക് ഇതുപോലുള്ള ചിന്തകളിൽ നിന്ന് ഒരു മുക്തി കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക. പക്ഷെ നമ്മൾ അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് നിർബന്ധമായും അല്ലെങ്കിൽ നിശ്ചയമായും നമുക്ക് നമ്മുടെ മൈൻഡിനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് സെൽഫ് കൺട്രോളാണ്. നമ്മുടെ മനസ്സിനെ നമ്മുടെ കൺട്രോളിലാക്കാൻ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മെഡിറ്റേഷൻ, ധ്യാനം, അതുപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്താൻ, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ചിന്തിക്കുന്നതിന് നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ശീലമാക്കുക. നമുക്ക് മൈൻഡ് കൺട്രോളിന് ഏറ്റവും നല്ല മാർഗ്ഗങ്ങളാണ് ഈ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് അക്സെപ്റ്റൻസ് എന്നുള്ളതാണ്. അക്സെപ്റ്റൻസ് മീൻസ് നമ്മൾ പാസ്റ്റിൻ്റെ പല കാര്യങ്ങളിൽ ചിന്തിച്ച് വിഷമിച്ച് ഇങ്ങനെ ഓരോ ദിവസവും നമ്മുടെ പ്രസൻറ്റ് ലൈഫിനെ വളരെയധികം വിഷമങ്ങളിലൂടെ കൊണ്ടുപോകുന്നതിന് പകരം പാസ്റ്റിൽ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്നുള്ളത് അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം പിന്നെ അതിനെപ്പറ്റി ആ ഒരു ചിന്തകൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിനോട് പറയാം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനോട് പറയാം, അത് ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ
പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ളതൊന്ന് റിയലൈസ് ചെയ്യുക. അതും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മൾ പ്രസന്റ് സിറ്റുവേഷനിൽ എവിടെയാണ് എന്നുള്ള ചിന്ത പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഈ പാസ്റ്റിലെ ഈ ആവശ്യമില്ലാത്ത ചിന്തകൾ അല്ലെങ്കിൽ വളരെയധികം വിഷമം തരുന്ന ഈ വേദനകളും ഓർമ്മകളൊക്കെ നമുക്ക് ഒരുവിധം കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് പറയുന്നത് വളരെ ഫലപ്രദമായ ഒരു മാർഗ്ഗമാണ്. നമ്മൾ എപ്പോഴും ബിസി ആയിരിക്കുക, നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കുക എന്തെങ്കിലും കാര്യങ്ങളിൽ. നമ്മുടെ ബ്രെയിൻ അനാവശ്യ ചിന്തകളിലേക്ക് പോകാതെ നമ്മൾ എപ്പോഴും ഓരോ കാര്യങ്ങളിൽ എന്തെങ്കിലും ജോലികൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാം, നമ്മുടെ ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കാം, പാട്ട് കേൾക്കാം, എന്തെങ്കിലും ഒരു മൂവി കാണാം, TV കാണാം. ഇങ്ങനെ പലവിധ കാര്യങ്ങളിലൂടെ നമ്മുടെ മനസ്സിൽ വരുന്ന അനാവശ്യ ചിന്തകൾ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആ ഒരു സ്വഭാവം നമുക്ക് മാറ്റാം. നമ്മൾ എപ്പോഴും നല്ല ബിസി ആയിട്ടിരിക്കാൻ, എൻഗേജ്ഡ് ആയിരിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, കൺട്രോളിലല്ലാത്ത കാര്യങ്ങളെ പറ്റി ആദ്യം പിടിക്കുന്ന സ്വഭാവമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അത് ഈ നിമിഷം ഒഴിവാക്കുക. കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, അവിടെ ചെന്നു നമ്മൾ മാക്സിമം നമ്മൾ ഔട്ട്പുട്ട് കൊടുത്തു, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെയാണ് പോയത്. ഇൻ്റർവ്യൂ വളരെ നന്നായിരുന്നു. പക്ഷെ 3-4 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. ആ 1 വീക്ക് നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ ആദ്യം പിടിച്ച് നമ്മൾ ഒരു ഓവർ ഇമോഷൻസ് ആയി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമുക്ക് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യണമായിരുന്നു, അത് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു, നമ്മൾ നമ്മുടെ ജോലി ചെയ്തു, നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുക, അതിൻ്റെ ഫലം നമ്മളെ തേടി വരും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരാഴ്ച നമ്മൾ കൂളായിട്ടിരിക്കുക. നമുക്ക് അടുത്ത് എന്താണ് ചെയ്യാനുള്ളത് നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ വളരെ നന്നായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വീണ്ടും ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ റോഡിലൂടെ പോവുകയാണ്, ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്ത, നമ്മുടെ കയ്യിലല്ലാത്ത രീതിയിൽ ട്രാഫിക് ബ്ലോക്കാണ്, കാറ് ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ അനക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ്. ആ സമയത്ത് അവിടെ കിടന്ന് നമ്മൾ അനാവശ്യ ചിന്തകളിൽ ഇറിറ്റേറ്റഡ് ആയിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ ചീത്ത വിളിച്ചിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം നമ്മൾ ശ്രമിച്ചാൽ ആ ഒരു ട്രാഫിക് ബ്ലോക്ക് മാറ്റാൻ പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൺട്രോളിലല്ലാത്ത അനാവശ്യ കാര്യങ്ങളിൽ ആദ്യം പിടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക. അത് ഓവർ തിങ്കിങ്ങിലേക്ക് കൊണ്ടുപോകുന്നതിന് അത് മാറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ്, എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നിമിഷം അത് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഞാൻ ഓവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുള്ളൂ, എല്ലാ കാര്യങ്ങളും സംഘടിപ്പിച്ചിട്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനുണ്ട്, നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാനോ അല്ലെങ്കിൽ വായിക്കാനോ ഉണ്ടെങ്കിൽ അപ്പോഴാ നിമിഷം അത് തുടങ്ങുക, ആ നിമിഷം അത് ചെയ്തു തുടങ്ങാം. പിന്നീട് ആവശ്യമുള്ളതെല്ലാം നമ്മളിലേക്ക് വന്നു ചേരും എന്നാണ്, അല്ലെങ്കിൽ നമുക്ക് അത് കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും മറക്കാതിരിക്കുക. ഇനി എന്തെങ്കിലും ഒരു ഹോബീസ് നമ്മൾ എപ്പോഴും ശീലമാക്കുക. ഇപ്പോൾ എന്തെങ്കിലും കളക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഡോർ ഗെയിംസ്, ചെസ്സ്, ക്യാരംസ് പോലുള്ള ഗെയിംസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് അങ്ങനെ അതിലൊരുപാട് സമയം കിട്ടുമ്പോൾ അതൊക്കെ കളിക്കാം. അങ്ങനെ നമ്മുടെ ബ്രെയിനെ അതിൽ എൻഗേജ്ഡ് ആക്കാം. അതല്ലെങ്കിൽ മ്യൂസിക് കേൾക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഹോബി, നമ്മൾ ഇഷ്ടമുള്ളൊരു കാര്യം നമ്മൾ നിരന്തരം അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ ഓവർ തിങ്കിങ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ്, നമ്മൾ എപ്പോഴും പ്രോബ്ലംസിനെ പറ്റി തന്നെ ആലോചിക്കാതെ സൊല്യൂഷൻസിനെ പറ്റി ചിന്തിക്കുക. പ്രോബ്ലംസിനെ പറ്റി ചിന്തിച്ചാൽ ആ പ്രോബ്ലംസ് തന്നെ എപ്പോഴും നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. പക്ഷേ അതിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്നുള്ളത് ചിന്തിച്ച് വളരെ ഭംഗിയായിട്ട് അത് ചെയ്യുക. അത് നല്ലൊരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിൽ ഏതെങ്കിലും ഒരു റൂമിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേസിൽ ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ലൈഫിൽ നിന്ന് പിരിഞ്ഞു പോയ ആൾക്കാർ, അല്ലെങ്കിൽ മരണപ്പെട്ടവരുടെ ഓർമ്മകൾ, അല്ലെങ്കിൽ ചില റൂമുകൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളാണ് നമ്മുടെ ഓവർ തിങ്കിങ്ങിലേക്ക് നയിക്കുന്നതെങ്കിൽ അങ്ങനെ ആ ഒരു പ്ലേസിലേക്ക് പോകുമ്പോൾ നമുക്ക് സഹിക്കാൻ വയ്യാത്ത വിഷമങ്ങളാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്ലേസ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. അവിടെ നിന്നൊന്ന് മാറുക, വേറൊരു റൂമിലേക്ക് പോവുക, അല്ലെങ്കിൽ ഹാളിലോട്ട് മാറിയിരിക്കുക, അല്ലെങ്കിൽ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുക. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുക. വിഷമങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ അതെല്ലാം നമ്മൾ അനുഭവിച്ചതാണ്. പക്ഷേ ഇനി വീണ്ടും അതിനെപ്പറ്റി ഓവർ തിങ്കിങ് ആയി നമ്മുടെ പ്രസന്റ് ലൈഫിൽ നമ്മൾ സങ്കടങ്ങൾ കൊണ്ട് നിറച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ മൈൻഡിൽ വരുന്ന നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ ആ സങ്കടങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി വിട്ടാലേ നമുക്ക് ഈ ഓവർ തിങ്കിങ് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ്, ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്കൊന്നും യാതൊരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോഴും ഓവർ തിങ്ക് കാരണം നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ജീവിതത്തിൽ യാതൊരു ഹാപ്പിനെസ്സും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിർബന്ധമായും ഒരു എക്സ്പേർട്ട് ഡോക്ടറിനെ കാണുക. അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുക. ആവശ്യമുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ കൗൺസിലിംഗ്, ഇതിലൂടെ നിങ്ങളുടെ മനസ്സിൻ്റെ ഈ ഒരു കാര്യം നമ്മൾ
നമ്മുടെ സെൽഫ് കൺട്രോൾ ഇല്ലാത്ത നമ്മുടെ മൈൻഡ് ഇങ്ങനെ ചിന്തിക്കുന്നത് നമുക്ക് കൺട്രോളിലാക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഓവർ തിങ്കിങ് ആയിട്ട് അത് എന്താണ് ഡിപ്രഷനിലോട്ടും ഉറക്കമില്ലായ്മ അതുപോലുള്ള അവസ്ഥകളിലോട്ടും മറ്റ് അനാവശ്യ ടെൻഷനിലോട്ട് പോകുന്നത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇത്രയാണ് ഓവർ തിങ്കിങ് അല്ലെങ്കിൽ അനാവശ്യ ചിന്തകൾ എല്ലാവരുടെയും ലൈഫിലും ഉള്ളൊരു കാര്യമാണ് ഇത്. ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.